ശ്രീ പി ജയരാജൻ, ഈ കാര്യത്തിൽ തലയ്ക്കകത്ത് ആൾ താമസമുള്ള ആളുകൾ എന്താണ് കരുതുന്നത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അതായത് ഈ ഷാബു പ്രസാദ് ലാൽ ഉന്നയിച്ച ഈ ചർച്ചയിലെ പ്രധാന വിഷയത്തിൽ നിന്ന് വഴുതി മാറാനാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഗാന്ധി ജയന്തിയുടെ തലേ ദിവസം RSSനെ മഹത്വവൽക്കരിക്കുക. RSS രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്കാണ് വഹിച്ചത് എന്ന ചോദ്യം ചോദിക്കണമല്ലോ. ആ ചോദ്യത്തിന് ഷാബു മറുപടി പറയണം. RSSനെ വെള്ളപൂശാനാണല്ലോ നിങ്ങൾ ശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് 22 വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട RSS രാജ്യത്തിലെ ധീരദേശാഭിമാനികൾ, അത് ഗാന്ധി ഉൾപ്പെടെ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും ഒക്കെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ ഏർപ്പെട്ടപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാതെ സമരത്തിൽ പങ്കെടുക്കുന്നത് വൃഥാ സമയം ചെലവഴിക്കലാണ് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് RSS സ്ഥാപകനായിട്ടുള്ള ഹെഡ്ഗേവാർ നിലപാട് സ്വീകരിച്ചത്. എന്ന് മാത്രമല്ല, RSSകാരെ വിലക്കുകയും ചെയ്തു. അതാണ് അത്തരമൊരു പ്രസ്ഥാനം RSSൻ്റെ ശാഖകളിൽ കബഡി കളിക്കാനും അതുപോലെ തന്നെ വടംവലി നടത്താനും സ്വയം സേവകരോട് കൽപ്പിച്ചൊരു പ്രസ്ഥാനം, ബ്രിട്ടീഷുകാരോട് മുമ്പിൽ പാദസേവ ചെയ്ത പ്രസ്ഥാനം, അതാണ് RSS. ഇന്ന് അമേരിക്കക്ക് മുമ്പിലാണ് പാദസേവ ചെയ്യുന്നത്. ട്രംപിൻ്റെ മുമ്പിൽ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അവതരിക്കുകയാണല്ലോ മോദി ചെയ്യുന്നത്. അപ്പോൾ അന്ന് സാമ്രാജ്യത്വ പാദസേവ ബ്രിട്ടന് മുമ്പിൽ, ഇപ്പോൾ അമേരിക്കക്ക് മുമ്പിലാണ് സാമ്രാജ്യത്വ പാദസേവ ചെയ്യുന്നത്. അത്തരമൊരു ശക്തി ഈ പറയുന്ന രൂപത്തിൽ RSSനെ വെള്ളപൂശുക. കഴിഞ്ഞ ചെങ്കോട്ടയിൽ കൊടിയുയർത്തിക്കൊണ്ട് രാഷ്ട്രപതാക ഉയർത്തിക്കൊണ്ട് മോദി RSSനെ വെള്ളപൂശി. RSS ഏറ്റവും വലിയ സന്നദ്ധ സേവന സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ചു. RSSൻ്റെ രക്തപങ്കിലമായിട്ടുള്ള ചരിത്രം ഇവിടെ വിസ്മരിക്കാൻ ആവശ്യപ്പെട്ടു. അത് മറച്ചുവെക്കാനാണ് ശ്രമിച്ചത്. ഇവിടെ ലാൽ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഗാന്ധിജിയും RSSും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്ന ഒരു വിഷയം സ്വാഭാവികമായിട്ടും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തിൻ്റെ നാളുകളിൽ എന്ന് പറഞ്ഞാൽ 47 ആഗസ്റ്റ് 15 ശേഷമുള്ള നാളുകളിൽ അദ്ദേഹം കൽക്കത്തയിൽ നിരാഹാരം അനുഷ്ഠിച്ചു. എന്നിട്ട് അദ്ദേഹം അവിടുത്തെ വർഗീയമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ അവസാനിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ വന്നിട്ട് 47 സെപ്റ്റംബർ മാസം 12-ആം തീയതി RSSൻ്റെ ഗുരുജി ഗോൾവാൾക്കറുമായിട്ട് നേരിട്ട് സംവദിക്കുന്നുണ്ട്. അതിനകത്ത് ഈ ഹിന്ദു മുസ്ലിം കലാപം ആളിപ്പടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിലെ RSS നേതാക്കന്മാരോട്, പ്രത്യേകിച്ച് ഗോൾവാൾക്കറോട് ഗാന്ധിജി അഭ്യർത്ഥിച്ചത് നിങ്ങളൊരു പരസ്യമായിട്ട് അഭ്യർത്ഥന കൊടുക്കണം. അപ്പോൾ ഗോൾവാൾക്കർ പറഞ്ഞു, ഞങ്ങൾക്ക് മുസ്ലിങ്ങളെ കൊലപ്പെടുത്തണം എന്നുള്ളതിനോട് യാതൊരു യോജിപ്പുമില്ല, അത് പരസ്യ പ്രസ്താവന നടത്തണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടപ്പോൾ ആ പ്രസ്താവന ഗാന്ധിജി നടത്തിയാൽ മതി എന്ന് പരിഹാസപൂർവ്വം പ്രതികരിച്ച ആളാണ് ഗോൾവാൾക്കർ. അപ്പോൾ ഹെഡ്ഗേവാർ മുതൽ ഗോൾവാൾക്കർ വരെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ബ്രിട്ടീഷ് പാദസേവയാണ് ചെയ്തത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നുകൊണ്ടുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. അവരിപ്പോൾ ഈ ദേശീയതയുടെ വക്താക്കളായിട്ട് ചമയുകയാണ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച ചരിത്രമാണ് RSSനുള്ളത്. കാരണം നാഗ്പൂരിൽ 1925 RSS രൂപീകരണ സമയത്ത് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സർ കാര്യവാഹായിട്ടുള്ള ഗോപാൽ മുകുന്ദ ഹുദ്ദർ, അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഹെഡ്ഗേവാറിൻ്റെ മുന്നിൽ തന്നെ ഈ ഹുദ്ദർ ഇപ്പോൾ RSSൻ്റെ ചലനാത്മക സൃഷ്ടിക്കണമെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കണം എന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഗാന്ധിജിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം തുറന്ന് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം ഈ ബ്രിട്ടീഷ് വിരുദ്ധ സമരം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി ഹെഡ്ഗേവാറിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ആ കാണാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ അംബാസഡറായിട്ട്, അതിൻ്റെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിനിധിയായിട്ട് ഈ ഹുദ്ദർ പോയിട്ട് ഹെഡ്ഗേവാറിനെ കാണുമ്പോൾ ഹെഡ്ഗേവാർ അതൊന്നും കേട്ടിട്ട് ക്ഷുഭിതനായി എന്നാണ് ഹുദ്ദർ തന്നെ പറഞ്ഞിട്ട്, സർക്കാര്യവാഹമായിട്ടുള്ള ആദ്യത്തെ ആൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ ഒരു തലത്തിലും പങ്കെടുക്കാത്തവർ ഇപ്പോൾ ഇന്ത്യയുടെ
പ്രതീകമായിട്ട് ഇന്ത്യയുടെ യഥാർത്ഥ പ്രതിനിധികൾ തങ്ങളാണെന്ന് അഭിനയിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ശ്രീ പി ജയരാജൻ, അങ്ങനെ വരുമ്പോൾ പോലും മഹാത്മാഗാന്ധിയെ അവഹേളിക്കുക എന്ന് പറയുന്ന ഒരു കൃത്യം നിർവഹിച്ചിരിക്കുന്നു. ഗാന്ധി ജയന്തിയുടെ തലേനാൾ ഈ നാണയവും സ്റ്റാമ്പും ഇറക്കി ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കാണുമ്പോൾ ഇത് കേന്ദ്ര സർക്കാർ അധികാരത്തിന് പുറത്തേക്ക് ഇറങ്ങി നിന്ന് ചെയ്തതുപോലെ പ്രധാനമന്ത്രി തന്നെ അധികാര ദുർവിനിയോഗം നടത്തിയതുപോലെ തന്നെ കാണേണ്ടി വരില്ലേ? രാജ്യദ്രോഹ പ്രവർത്തനം തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധിയോട് ഇങ്ങനെ കാണിച്ചത് വഴി ചെയ്തിരിക്കുന്നത്? അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നതാണ് ലാൽ. കാരണം ഈ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കും വഹിക്കാത്ത RSSൻ്റെ പ്രചാരകനായിരുന്ന മോദി ഇപ്പോൾ പ്രധാനമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ RSSകാർ പങ്കെടുക്കുന്ന ചിത്രമടങ്ങുന്ന ഒരു സ്റ്റാമ്പ്, അതുപോലെ തന്നെ ഒരു നാണയം, ഭാരതാംബയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഒരു നാണയം ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഭരണഘടനയെ അവഹേളിക്കലാണ്. കാരണം ഭരണഘടന അംഗീകരിക്കപ്പെട്ടപ്പോൾ RSSൻ്റെ പ്രസിദ്ധീകരണമായിട്ടുള്ള ഓർഗനൈസറിൽ എഴുതിയിട്ടുള്ള മുഖപ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത് പഴയ മനുവിൻ്റെ നിയമങ്ങളെ പിന്തുടർന്നിട്ടുള്ള ഒരു ഭരണഘടനയല്ല, ഇത് പാശ്ചാത്യമായിട്ടുള്ള ഭരണഘടന അനുകരിച്ചു കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് കുറ്റപ്പെടുത്തിയ ആളുകൾ ഇന്ന് ആ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞിട്ട് അധികാരത്തിലിരിക്കുക. 10 വർഷം അധികാരത്തിലിരുന്നതിന് ശേഷം ഇപ്പോൾ മെല്ലനെ RSSൻ്റെ മതരാഷ്ട്രവാദം രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണിത്. 10 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമില്ല, ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. എങ്കിലും സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി 100 വർഷം തികയുന്ന ഘട്ടത്തിൽ RSS രൂപീകരണത്തിൻ്റെ 100 വർഷം തികയുന്ന ഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള RSS അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടല്ല നടത്തേണ്ടത്, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സമരമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യ സമരം എന്ന് വാദിച്ചിട്ടുള്ള RSSകാർ ഈ 100ാം വാർഷികത്തിൽ അവരുടെ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റാമ്പും അതുപോലെ തന്നെ നാണയവും. അത് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് തന്നെ ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ പി ജയരാജൻ.